Welcome to Garam Masala, the magic spices of cooking. ഇന്ന് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് തയ്യാറാക്കി എടുക്കാം. കപ്പ പുഡിംഗ് ആണിത്. നല്ല ടേസ്റ്റി ആയ ഒരു പുഡിംഗ് ആണിത്. അതുപോലെ തന്നെ ഈസി ആയി റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഈ പുഡിംഗ് കഴിക്കുമ്പോൾ കപ്പ കൊണ്ടുണ്ടാക്കിയതാണെന്ന് ഒരിക്കലും തോന്നില്ല. അത്രയും ടേസ്റ്റിയാണ് ഈ പുഡിംഗ്. നമുക്കിതിനെ നല്ലൊരു ഡെസേർട്ടായി സെർവ് ചെയ്യാം. ഈ പുഡിംഗ് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 5 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിനെ അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്ക് ഇതിനെ ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് കപ്പ എടുക്കാം. ഈ വലുപ്പമുള്ള ഒരു കപ്പയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ ക്ലീൻ ചെയ്തതിനു ശേഷം 1/4 കപ്പ് കപ്പയുണ്ട്. നമുക്കിതിനെ ഒരു വെസലിലോട്ട് എടുക്കാം. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇതിനെ വേവിച്ചെടുക്കണം. ഉപ്പൊന്നും ചേർക്കരുത്. ഇപ്പോൾ നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട്. ഇതില് ബാക്കിയുള്ള വെള്ളം മാറ്റാം. ഇനി ഇതിനെ മാഷ് ചെയ്തെടുക്കാം. ഈ കപ്പ നന്നായി കുക്കായി വരണം. ഒരു പ്രഷർ കുക്കർ ഉപയോഗിച്ച് വേവിച്ചെടുത്താൽ മതി. പ്രഷർ കുക്കർ ഉപയോഗിക്കുകയാണെങ്കിൽ 2-3 വിസിൽ വരണം. ഈ കപ്പ നന്നായി ഉടഞ്ഞു വരണം. അതുവരെ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് പുഡിംഗ് തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് പാലൊഴിച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായി ഉടഞ്ഞ് നല്ല സ്മൂത്ത് ആയ ഒരു പേസ്റ്റ് ആയി മാറണം. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇതിന് പകരമായി നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും ഉപയോഗിക്കാം. ഇത് നന്നായി മിക്സ് ആയി വരട്ടെ. പഞ്ചസാര ചേർത്താൽ നമ്മുടെ പുഡിംഗ് മിക്സ് ഒന്നുകൂടി ഒന്ന് ലൂസായി വരും. ഈ മിക്സ് ഒന്ന് ടൈറ്റ് ആയി വരണം. ഇനി ഇതിലോട്ട് നമുക്ക് ക്രീം ചേർക്കാം. 1 കപ്പ് ക്രീമാണ് ഇവിടെ ചേർക്കുന്നത്. ഫ്രഷ് ക്രീമോ കുക്കിംഗ് ക്രീമോ ചേർക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് ചെറുതായി തിളച്ചു വരണം. ഇപ്പൊ നമ്മുടെ ക്രീം തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്തു വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് കൂടെ ചേർക്കാം. കപ്പ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചൈന ഗ്രാസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കപ്പ തന്നെ ഒന്ന് തിക്കായി വരും. നമ്മുടെ പുഡിംഗ് മിക്സിനും ചൈന ഗ്രാസിനും ഒരേ ടെമ്പറേച്ചർ ആയിരിക്കണം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് തിളച്ചു വരട്ടെ. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. നന്നായി മിക്സ് ചെയ്യാം. നമുക്കിതിനെ ഒന്ന് ചൂടാറുമ്പോൾ നമുക്കിതിനെ പുഡിംഗ് ട്രേയിലോട്ട് ഒഴിക്കാം. പുഡിംഗ് ബൗളിൽ ഒഴിച്ചാലും മതി. ഇനി ഇതിനെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. ഏകദേശം 1 മണിക്കൂറിന് ശേഷം നമുക്കിതിനെ ഗാർണിഷ് ചെയ്യാം. നമുക്കിതിനെ ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഈ കപ്പ പുഡിങ്ങിനെ ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കാരമലൈസ്ഡ് നട്ട്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് 1/4 കപ്പ് കാരമലൈസ്ഡ് നട്ട്സ് ക്രഷ് ചെയ്തെടുത്തതാണ്. 1 മണിക്കൂറിന് ശേഷമുള്ള നമ്മുടെ പുഡിംഗ് ആണിത്. നമ്മുടെ പുഡിംഗ് ഹാഫ് സെറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ മുകളിലായി ഇഷ്ടമുള്ള ഡിസൈനിൽ നട്ട്സ് സ്പ്രെഡ് ചെയ്യാം. ഇതിനെ നമുക്ക് വീണ്ടും ഫ്രിഡ്ജിലോട്ട് മാറ്റാം. 1 മണിക്കൂർ കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ കപ്പ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ നല്ല തണുപ്പോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.